ഹായ് ഫ്രണ്ട്സ്, കൽക്കി 2898 AD. നമുക്കറിയാം, ബാഹുബലിയാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഇത്രയും ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു സിനിമ. അതിനുശേഷം കുറച്ച് സിനിമകൾ വന്നു. ബാഹുബലി 2, KGF 2, RRR. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ ഒരു ഇന്ത്യൻ സിനിമക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടാവും എന്ന് തെളിയിച്ചു തരുന്നൊരു സിനിമയാണ് കൽക്കി 2898 AD. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ബാഹുബലി, RRR, KGF ഒക്കെ ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടി എടുത്തതാണ്. കൽക്കിയുടെ പ്രത്യേകത, അത് നമ്മുടെ മഹാഭാരതം ബേസ് ചെയ്തുകൊണ്ട് എടുത്തതാണെങ്കിൽ കൂടി ലോകത്ത് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താലും ഇത് വർക്കാവും. അതിൻ്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് ആർക്കാണ്? ഡയറക്ടർ നാഗശ്വിൻ. ഡയറക്ടർ മാത്രമല്ല, കഥ, തിരക്കഥ, സംഭാഷണം, പിന്നെ സംവിധാനം എല്ലാം നാഗശ്വിനാണ്. ഇതിനു മുമ്പ് 2 പടങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒന്ന് എവിടെ സുബ്രഹ്മണ്യം, നാനിയും വിജയ് ദേവരക്കൊണ്ടി അഭിനയിച്ച ഈ സിനിമ ഒരു ഫിലോസഫിക്കൽ ഫീൽ ഗുഡ് ഡ്രാമയാണ്. രണ്ടാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാനടി കീർത്തി സുരേഷിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സിനിമ. അങ്ങനെയുള്ള ഡയറക്ടറുടെ 3ാമത്തെ സിനിമയാണ് കൽക്കി 2898 AD. അദ്ദേഹത്തിൻ്റെ വിഷൻ ഒരു മഹാഭാരതം പോലത്തെ ഒരു ഇതിഹാസം, അത് സയൻസ് ഫിക്ഷനുമായി ലിങ്ക് ചെയ്യുന്നു, ഭാവിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുമായി ലിങ്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മളെ മുമ്പിലേക്ക് 3 hours മൂവി ആയിട്ട് എത്തിക്കുകയാണ്. അങ്ങനെ വലിയ വിഷനറി ആയ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് കാര്യമില്ലല്ലോ, അതിന് പൈസ ഇറക്കാൻ ആൾ വേണം. ഇവിടെ നാഗശ്വിന് കാര്യങ്ങൾ ഈസിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ C. അശ്വിനി ദത്താണ് ഇതിന്റെ പ്രൊഡ്യൂസർ, വൈജയന്തി മൂവീസ് പ്രൊഡക്ഷൻ. കൂടാതെ നാഗശ്വിന്റെ ഭാര്യ പ്രിയങ്ക ദത്ത് കോ പ്രൊഡ്യൂസറാണ്, ഭാര്യ സഹോദരി സ്വപ്ന ദത്തും കോ പ്രൊഡ്യൂസറാണ്. ഇവരൊക്കെ യങ് ലേഡീസാണ്. എനിക്ക് തോന്നുന്നു ഒരു 40 വയസ്സ് താഴെയൊക്കെ പ്രായം തോന്നുന്നുള്ളൂ. അങ്ങനെയുള്ളവരാണ് ഇത്രയും വലിയ ബ്രഹ്മാണ്ഡ ചിത്രം 600 കോടിയുടെ സിനിമയുടെ അമരത്ത് നിൽക്കുന്നത്. ഈ 600 കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമ അതിൻ്റെ ബഡ്ജറ്റോട് നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ 100%. BC 3102 മഹാഭാരത കാലം കുറച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ AD 2898 ഫ്യൂച്ചറിസ്റ്റ് കാലം കാണിക്കുന്നുണ്ട്. VFX ഒക്കെ പെർഫെക്റ്റ്. ഒരു ഇന്ത്യൻ സിനിമയിൽ ഇത്രയും മികച്ച VFX ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ VFX ഏറ്റെടുത്ത് നടത്തിയ കമ്പനീസിനെ മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന് VNEG, ക്രിസ്റ്റഫർ നോളന്റെ ഒക്കെ പടങ്ങൾ VFX ചെയ്യുന്ന ടീമാണ്. 2 എംബസി വിഷ്വൽ എഫക്ട്സ്. അത്രയും മികച്ച VFX ആണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോലും ഇത് സ്റ്റുഡിയോ വെച്ച് ഷൂട്ട് ചെയ്താണോ സെറ്റ് ഇട്ടാണോ VFX ആണോ എന്നൊന്നും മനസ്സിലാവില്ല. മഹാഭാരതത്തിന്റെ കുറച്ച് മനസ്സിലായിട്ട്, പക്ഷെ അത് അവർ കരുതിക്കൂട്ടി അങ്ങനെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. അമിതാഭ് ബച്ചനൊക്കെ DA ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഗംഭീരം. ഒരു സ്ഥലത്ത് പോലും അത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും നമുക്ക് അങ്ങനെ തോന്നില്ല. ബഡ്ജറ്റിന്റെ മേജറായിട്ടൊരു ഭാഗം പോയിരിക്കുന്നത് കാസ്റ്റിങ്ങിനാണ്. നമുക്കറിയാം, ഇത്രയും ബഡ്ജറ്റ് വരുമ്പോൾ അതിന് കണക്കായി ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടണം. അതിന് ഇന്ത്യയിൽ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള നടനെ തന്നെ അവർക്ക് കിട്ടണം. ഈ ഒരു അവസ്ഥയിൽ ചോദിച്ചാൽ അത് പ്രഭാസാണ്. അദ്ദേഹത്തിൻ്റെ എത്ര പടങ്ങൾ ഫ്ലോപ്പായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂവിൽ വലിയ ഇടിവൊന്നും വരുന്നില്ല. സിനിമയിലേക്ക് വരുമ്പോൾ ആൾക്കാരൊക്കെ പൊതുവെ കരുതിയത് പ്രഭാസ് ഈ 2 ലെജൻഡുകളുടെ ഇടയിൽ, അമിതാഭ് ബച്ചൻ്റെയും കമൽഹാസൻ്റെയും ഇടയിൽ അദ്ദേഹം മങ്ങിപ്പോവോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ പ്രഭാസ് വൃത്തിയായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീനുകൾ ഗംഭീരം, കോമഡി സീനൊക്കെ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സംവിധായകൻ നാഗശ്വിൻ്റെയും പ്രൊഡക്ഷൻ ടീമിൻ്റെയും ആ ഒരു പങ്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയെ അത്രയും മുകളിൽ നിർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, അമിതാഭ് ബച്ചൻ. അദ്ദേഹത്തിൻ്റെ ഇത്രയും 40-50 വർഷത്തെ കരിയറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. പ്രഭാസുമായി ഒരുമിച്ച് നിൽക്കുന്ന സീനുകളിൽ കൂടി സ്ക്രീൻ പ്രസൻസിൽ, സ്റ്റാർഡത്തിൽ സ്കോർ ചെയ്യുന്നത് അമിതാഭ് ബച്ചനാണ്. അശ്വത്ഥാമാവ് എന്നുള്ള ക്യാരക്ടറായിട്ട് നമുക്ക് ഇന്ത്യയിൽ വേറൊരു നടനെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അമിതാഭ് ബച്ചൻ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ബോളിവുഡിൻ്റെ സ്വന്തം നടനാണല്ലോ ബച്ചൻ. അദ്ദേഹത്തിൻ്റെ കരിയറിൽ കഴിഞ്ഞ ഒരു 20 വർഷം ഇത്രയും മികച്ച ഒരു കൊമേഴ്സ്യൽ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ കുറേ ക്ലാസ് ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അമിതാഭ് ബച്ചൻ എന്നുള്ള നടനെ കൂടാതെ സ്റ്റാറിനെ കൂടി ഉപയോഗിച്ച ഒരു ചിത്രമാണ് കൽക്കി. അമിതാഭ് ബച്ചൻ്റെ ആക്ടിങ് എബിലിറ്റി, സ്റ്റാർഡൊക്കെ അവിടെ നിൽക്കട്ടെ, 82ാം വയസ്സിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആക്ഷൻ മൈൻഡ് ബ്ലോയിങ് ആണ്. പ്രത്യേകിച്ചും തെലുഗു ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ആക്ഷൻ സ്റ്റാറായിട്ട് കരുതപ്പെടുന്ന ഒരാളാണ് പ്രഭാസ്. അദ്ദേഹത്തോട് ഒരുമിച്ചുള്ള ആക്ഷൻ സീൻ ചിലപ്പോൾ ഡ്യൂപ്പായിരിക്കാം, അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഡയറക്ടറുടെ കഴിവ് കൂടിയാണ്. കാസ്റ്റിങ്ങിൽ 3ാമത്തത് കമൽഹാസൻ. പ്രഭാസും അമിതാഭ് ബച്ചൻ നിൽക്കുമ്പോൾ കമൽഹാസന്റെ ആവശ്യം എന്തായിരുന്നു? അത് ഈ സിനിമയിൽ വ്യക്തമല്ല.
കാരണം അദ്ദേഹം വളരെ കുറച്ച് സീനിലേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4-5 മിനിറ്റ് മാക്സിമം, അത്രേ കമൽഹാസനുള്ള ഒരു കാമിയോ എന്ന് പറയാൻ മാത്രം. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഇരട്ടി 3 ഇരട്ടിയൊക്കെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് റോളാണെങ്കിൽ കൂടി കമൽഹാസന്റെ സിഗ്നേച്ചർ നമുക്ക് ആ സീനുകളിൽ കാണാൻ പറ്റും. പിന്നെ അമിതാഭ് ബച്ചൻ കഴിഞ്ഞാൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമുക്ക് മലയാളത്തിന് അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് അന്നാബന് കുറേ സമയമൊന്നുമില്ല, പക്ഷെ ഉള്ള സീനുകളിലൊക്കെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറായി മാറുന്നത് അന്നാബിൻ്റെ ക്യാരക്ടറാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള, അവർക്കുള്ള ഡബിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രം. പക്ഷേ ഈ സിനിമയുടെ കഥ മൊത്തം റിവോൾവ് ചെയ്യുന്നത് ദീപിക പദുക്കോണിൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ്. അവരെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ട്രെയിലറിൽ കണ്ടതുപോലെ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ആയിട്ടാണ്. ദീപിക പദുക്കോണിനെ സംബന്ധിച്ച് കേക്ക് വാക്ക് റോളാണ്, വളരെ ഈസി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ശോഭന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. നല്ല മൊമെൻറ്റ്സും ശോഭനക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ തമിഴിൽ നിന്ന് പശുപതി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സ്കോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സിനിമയിൽ മെയിൻ വില്ലനായിട്ട് എത്തുന്നത് ബംഗാളി നടൻ ശാശ്വത ചാറ്റർജിയാണ്. അദ്ദേഹം പൊതുവെ ബംഗാളി സിനിമകളിലൊക്കെ നല്ല ക്രിട്ടിക്കലി അക്ലൈംഡ് ആയ റോളുകൾ ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ചെറിയ റോളുകളിൽ 1 ദിശ പട്ടാനി, 2 മാളവിക നായർ, 3 തെലുഗു ലെജൻഡറി നടൻ ബ്രഹ്മാനന്ദം, ഇവരുണ്ട്. ദിശ പട്ടാനിയുടെ ക്യാരക്ടർ സിനിമയിൽ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ദിശ പട്ടാനിയുടെ കരിയറിൽ തന്നെ ഭൂരിഭാഗം ചിത്രങ്ങളിൽ നമുക്കത് തോന്നുന്നതാണ്. പിന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്നേ നടൻ്റെ കാമിയോ, ഇന്നേ നടിയുടെ കാമിയോ, അങ്ങനെ കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള റൂമേഴ്സൊക്കെ ഭൂരിഭാഗം സത്യമാണ്. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാമിയോ, ഒരു ഡയറക്ടറുടെ കാമിയോ ഉണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ട്, ബാക്കി കാമിയോയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാസ്റ്റിങ്ങിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഇതിലെ ബുജ്ജി എന്ന പേരുള്ള കാറാണ്. ഇന്റർവ്യൂവിലൊക്കെ ഞാൻ കണ്ടത് മഹീന്ദ്രയുടെ ഒക്കെ സഹായത്തോടെയാണ് ഇവരിത് ഉണ്ടാക്കിയതെന്നാണ്. നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി മാർവൽ സ്റ്റുഡിയോസിന്റെ സിനിമയിലൊക്കെ റോക്കറ്റ് എന്നുള്ള കഥാപാത്രം VFX കഥാപാത്രമാണ്. പക്ഷെ അതിനെ നമ്മൾ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയി കണക്കാക്കലുണ്ട്. അതുപോലെയാണ് ബുജ്ജി എന്നുള്ള ഈ കാറ്. തെലുഗു വേർഷനിൽ കീർത്തി സുരേഷ് ആണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഹിന്ദിയാണ് ഞാൻ കണ്ടത്. അതിൽ ആരാണ് ഡബ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ ഡബിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രമായിരുന്നു ബുജ്ജി. ഈ സിനിമയെക്കുറിച്ച് ഒരേ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയുടെ ആദ്യ പകുതി കുറച്ചൊന്ന് ലാഗ് ഉള്ളത് പോലെ തോന്നി. അതാ കഥ ബിൽഡപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. പക്ഷേ 1.5 മണിക്കൂർ കുറച്ചൊന്ന് വലിയുന്നുണ്ട്. വേറെ അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയാനില്ല. പിന്നെ ഒരു പാൻ ഇന്ത്യൻ പടം എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു പാൻ ഇന്ത്യൻ സബ്ജക്റ്റ് ആകാം, എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുന്നൊരു സബ്ജക്റ്റ് ആകാം. അല്ലെങ്കിൽ കൽക്കി ചെയ്തതുപോലെ സബ്ജക്റ്റ് മാത്രമല്ല കാസ്റ്റിംഗും ആകാം. ഉദാഹരണത്തിന് തെലുഗുന്ന് പ്രഭാസ് ബ്രഹ്മാനന്ദം, തമിഴ് കമൽഹാസൻ പശുപതി, മലയാളം ശോഭന അന്നാബൻ, ഹിന്ദി അമിതാഭ് ബച്ചൻ ദിശ പട്ടാനി, ബംഗാളി ശാശ്വത ചാറ്റർജി. പിന്നെ ഇതിൻ്റെ പ്രോമോ വീഡിയോക്ക് വേണ്ടി പഞ്ചാബി നടൻ ദിൽജിത്ത് ദോസാഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാൻ ഇന്ത്യൻ സെറ്റപ്പ്. കന്നഡയിൽ നിന്ന് മാത്രം തോന്നുന്നത് അങ്ങനെ ആരും ഇല്ലാണ്ടിരുന്നത്. ചിലപ്പം എനിക്ക് മനസ്സിലാകാത്തതായിരിക്കും. ഇനി ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു ഇന്ത്യക്കാരന് അഭിമാനിക്കാൻ പറ്റിയ തരത്തിൽ അവൻ്റെ സംസ്കാരവും പുരാണവും ഇതിഹാസവും ഒക്കെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സൈഫൈ സിനിമ. ഇന്ത്യക്കാരന് മാത്രമല്ല, ഒരു മലയാളിക്ക് അഭിമാനിക്കാം, തമിഴിന് അഭിമാനിക്കാം, തെലുങ്കിന് അഭിമാനിക്കാം, ഹിന്ദിക്കാരന് അഭിമാനിക്കാം. അങ്ങനെ ഒരു പെർഫെക്റ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കൽക്കി 2898 AD. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.75 ഔട്ട് ഓഫ് 5. ആ 0.25 കുറച്ചത് ആദ്യ പകുതിയിലെ കുറച്ച് ലാഗിനും പിന്നെ ആ ഒരു അനാവശ്യമാണെന്ന് തോന്നിയ കുറച്ച് ക്യാമിയോസ്. പക്ഷേ അതൊന്നും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാതെ നിൽക്കാനുള്ള ഒരു കാരണമേ അല്ല.